ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററുടെ 8ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു. അതേപോലെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് പേജ് നമ്പർ 92-ലെ 3ാമത്തെയും 4ാമത്തെയും ചോദ്യങ്ങളും അതോടൊപ്പം വേറൊരു എക്സാമ്പിളും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ആസിഡും വെള്ളവും ചേർന്ന ദ്രാവകത്തിൽ 60% ആസിഡാണ്. 6 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ആസിഡ് 75%ആയി. ആദ്യം എത്ര ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഒരു മിക്സ്ചറാണ്, ആസിഡും വാട്ടറും കൂടെ ഉള്ള ഒരു മിക്സ്ചറാണ്, ഒരു സൊല്യൂഷനാണ്. അതിൽ ഫസ്റ്റ് 60% ആസിഡ് ഉണ്ടായിരുന്നു. വീണ്ടും 6 ലിറ്റേഴ്സ് ആസിഡ് കൂടി ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഇപ്പോൾ 75% ആസിഡാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം എത്ര ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ടോട്ടൽ ലിക്വിഡ് എത്ര ലിറ്റർ ആയിരുന്നു എന്ന് നമുക്ക് എടുക്കണം. ടോട്ടൽ ലിക്വിഡ് എത്രയാണ്? X ലിറ്റർ എന്ന് എടുക്കാം. X ലിറ്റേഴ്സ്, അതായത് ആകെ ദ്രാവകം, ഈക്വൽ ടു X ലിറ്റർ എന്ന് എടുക്കാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ആസിഡ് 60% ഉണ്ടായിരുന്നു, 60% ഉണ്ടായിരുന്നു. 60% ഓഫ് എന്ത്? ടോട്ടൽ എക്സ് അല്ലേ? ഇതാണ് ആസിഡ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താ? 60% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 60% ശതമാനം എന്ന് പറഞ്ഞാൽ ബൈ 100 അല്ലേ? എക്സിന്റെ 60%. ഇനി ഇതിനെ നമുക്ക് വെട്ടിച്ചെറുതാക്കി 6/10 എന്ന് പറഞ്ഞാൽ 3/5 എക്സ് എന്ന് എഴുതാമല്ലോ. അങ്ങനാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് എത്രയായിരിക്കും? ആസിഡ് 3/5 എക്സ് ഉണ്ടെങ്കിൽ വെള്ളം ബാക്കിയുള്ള 2/5 എക്സ് അല്ലേ? ഈ 2 എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാൽ ഛേദത്തിലുള്ള ഡിനോമിനേറ്ററിലുള്ള 5-ൽ 3 ഭാഗം ആസിഡാണ്, ബാക്കി 2 ഭാഗമല്ലേ ഉള്ളത്, അത് വെള്ളമാണ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? എന്ത് ആഡ് ചെയ്തു? 6 ലിറ്റർ ആസിഡാണ് ആഡ് ചെയ്തത് അല്ലേ? 6 ലിറ്റർ ആസിഡ് ആഡ് ചെയ്തപ്പോൾ ഈ എക്സ് എന്നുള്ളത് എന്തായി മാറി? X+6 ആയി മാറി. ആദ്യം X ലിറ്റർ ആയിരുന്നു ദ്രാവകം ഉണ്ടായിരുന്നത്, പിന്നെ 6 ലിറ്റർ കൂടെ ആഡ് ചെയ്തപ്പോൾ ഇപ്പൊ എത്രയുണ്ട്? X+6 ലിറ്റർ ആണ് ഇപ്പോൾ ഉള്ളത് ആണല്ലോ. അപ്പോൾ ഉള്ള ആസിഡ് എത്രയാണ്? ഈ 6 ലിറ്റർ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആസിഡിന്റെ അളവ് എത്രയാ? അതും പറഞ്ഞിട്ടുണ്ടല്ലോ, 75% എന്ന് പറഞ്ഞിട്ടുണ്ട്. 75% ആരുടെ? X+6ന്റെ. മനസ്സിലായോ? 6 ലിറ്റർ ആഡ് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ അളവ് X+6 ആണ്. അതിന്റെ 75% ഇപ്പോൾ ഉള്ളത്. അതായത് 75/100 ഗുണം X+6 എഴുതാമല്ലോ. ഇനി 75നെ 100നെ കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 3/4 ഗുണം X+6 എന്ന് എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? ഇപ്പോൾ ഉള്ള ആസിഡിന്റെ അളവാണ് ഈ 3/4 ഗുണം X+6. ഇപ്പോൾ ഉള്ള ആസിഡിന്റെ അളവ്. അതെന്ത് ചെയ്തപ്പോഴാണ് കിട്ടിയത്? ആദ്യം ഉണ്ടായിരുന്ന ആസിഡിന്റെ അളവിന്റെ കൂടെ 6 ലിറ്റർ എന്ത് ചേർത്തു? ആസിഡിനെ ചേർത്തപ്പോഴാണ് ഇപ്പോൾ ഉള്ള ആസിഡിന്റെ അളവ് കിട്ടിയത്. അപ്പൊ ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ഇനി ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പൊ 3/4 × X, 3/4 × 6. അപ്പോൾ 3/4 × X + 3/4 × 6.
ഈക്വൽ ടു ഈ 3/5x പ്ലസ് 6. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു എക്സ് ടേം ഉണ്ട്, ഇവിടെയും ഒരു എക്സ് ടേം ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് എക്സ് ടേമും കൂടെ ഒരു വശത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ 3/4x അതേപോലെ എഴുതി. ഇനി ഇവിടുത്തെ സൈൻ പ്ലസ് ആണ്, ഇതിന്റെ മുമ്പിൽ സൈൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ -3/5x ഈക്വൽ ടു, ഇപ്പൊ എക്സ് രണ്ടും ഒരു വശത്തായി. ഇനി ഈക്വൽ ടുവിന്റെ വലത് വശത്ത് എന്താ ഉള്ളത്? ബാക്കി 6 മാത്രമേ ഉള്ളൂ. ഇനി ഈ പ്ലസ് 3/4 × 6 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -3/4 × 6 ആയി. മനസ്സിലായല്ലോ? ഇനി ഇവിടെ രണ്ടിടത്തും എക്സ് കോമൺ ആണ്, അപ്പൊ എക്സിനെ പുറത്തെടുക്കാം. സിംപ്ലിഫിക്കേഷൻ ഏറ്റവും എളുപ്പമുള്ള രീതി അങ്ങനെയാണ്, കോമൺ ആയിട്ടുള്ളതിന് പുറത്തെടുക്കുക. ബാക്കി എന്താ ഉള്ളത്? 3/4 - 3/5 ഈക്വൽ ടു, ഇനി ഇവിടെ രണ്ടിടത്തും 6 കോമൺ അല്ലേ, 6 ഗുണം ഇവിടെ 6ന്റെ കൂടെ എന്താ ഉള്ളത്? 1 ആണ്. 6 ഗുണം 1 ആണ് 6, മൈനസ് 6 പുറത്തെടുത്തു, ബാക്കി 3/4. ഇനി ഇവിടെ ഛേദങ്ങൾ വ്യത്യാസമാണ് അല്ലേ. അപ്പൊ ഛേദങ്ങൾ വ്യത്യാസമാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഗുണിക്കുക. അപ്പൊ എക്സ് അതുപോലെ എഴുതി. ഇനി 3 ഗുണം 5 15, ഈ മൈനസ് അതേപോലെ ഇട്ടു. ഇനി 4 ഗുണം 3 12 ബൈ ഈ 4 ഗുണം 5 20 ഈക്വൽ ടു 6 ഇൻറ്റു, ഇനി ഇവിടെ 1 - 3/4. 1 - 3/4 എന്താണ്? 1/4. അത് നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. 1 എന്ന് പറഞ്ഞാൽ എന്താ? 4/4. 4 ന്ന് 3 പോകുമ്പോൾ 1, 1/4. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം, അതും സെയിം ആൻസർ തന്നെ കിട്ടും. നോക്കിക്കേ, 4 ഗുണം 1 4 -3/4. അപ്പം 4 - 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് ഇൻറ്റു 15 ന്ന് 12 പോകുമ്പോൾ 3/20 ഈക്വൽ ടു 6 ഇൻറ്റു 1/4. അപ്പം നമുക്കിങ്ങനെ ഇൻറ്റു സിമ്പിൾ ഇടാം. 6 ഇൻറ്റു 1/4. അപ്പം ഇവിടെ 3, ഈ 6ഉം 3യും കൂടെ ക്യാൻസൽ ആയാൽ ഇവിടെ എന്ത് വരും? 2 വരും. ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ ന്യൂമറേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്യാവുള്ളൂ. ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ 20ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 4 5s ആണ് 20. ഇവിടെ 1 വരും അല്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ള എന്താണ്? എക്സ് മാത്രമേ ഉള്ളൂ, ന്യൂമറേറ്ററിൽ എക്സ് മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ 5 മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു ഇവിടെ 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ഈ 5 ഡിവൈഡ് ചെയ്തിരിക്കുന്ന 5ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 5 എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു 5 എത്താ? 10 ലിറ്റേഴ്സ് എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 10 ലിറ്റേഴ്സ്. അതായത് ആകെ ദ്രാവകം എത്രയായിരുന്നു? എക്സ് ലിറ്റർ ആയിരുന്നു, 10 ലിറ്റർ ആയിരുന്നു. അങ്ങനെ എഴുതാമല്ലോ. ആകെ ദ്രാവകം ഈക്വൽ ടു 10 ലിറ്റർ. ടോട്ടൽ ലിക്വിഡ് ഈക്വൽ ടു 10 ലിറ്റേഴ്സ്. ആൻസർ ആയില്ലേ? ഇനി നമുക്ക് പേജ് നമ്പർ 92-ലെ ക്വസ്റ്റ് നമ്പർ 3 ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്: ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ഒരു ക്ലാസ്സിൽ 50% പെൺകുട്ടികളാണ്. 10 പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 60%. ക്ലാസ്സിൽ ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? നേരത്തെ ചെയ്ത പോലെ ആ എക്സാമ്പിൾ പോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടതാണ്. ചോദ്യം ഇതാണ്: ഇൻ എ ക്ലാസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് 50% ഓഫ് ദ ചിൽഡ്രൻ ആർ ഗേൾസ്. When 10 more girls were admitted to the class, this became 60%. How many children were there in the class at first? ഇതാണ് ചോദ്യം.
ഇപ്പം നമ്പർ ഓഫ് ചിൽഡ്രൻ അറ്റ് ഫസ്റ്റ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാമല്ലോ. നമുക്കറിയാം ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ഇനി ആദ്യം എത്ര ഗേൾസ് ഉണ്ടായിരുന്നു? 50% ഗേൾസ്. 50% എന്ന് പറഞ്ഞാൽ നേർപകുതിയാണ്. ആകെ എക്സ് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു ഗേൾസ്? x/2. ശരിയല്ലേ? ഇപ്പം 50% 50% ഓഫ് എക്സ്, അതല്ലേ x/2. ബാക്കി ബോയ്സും അന്നേരം 50% തന്നെയല്ലേ? അതും x/2 തന്നെയല്ലേ? ഇനി എത്ര കുട്ടികൾ വന്ന് ചേർന്നു? 10 പെൺകുട്ടികളാണ് ചേർന്നത് അല്ലേ? ഇപ്പൊ ഇപ്പോഴത്തെ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയായി? x+10 ആണ്. അത് പെൺകുട്ടികൾ തന്നെയാണ് ചേർന്നത്. അപ്പൊ ഗേൾസ് എത്രയായി? x/2ന്റെ കൂടെ, ഇപ്പൊ ഗേൾസ് x/2 ആണുള്ളത്, അതിന്റെ കൂടെ 10 കുട്ടികൾ കൂടി ചേർന്നു. പിന്നെ നമുക്കിവിടെ ബോയ്സിന്റെ എണ്ണമൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് മായ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം അത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 60% ഗേൾസായി, 60% ഗേൾസായി. എന്തിന്റെ 60%? x+10ന്റെ 60%. മനസ്സിലായോ? ഇപ്പോൾ ഉള്ള കുട്ടികളുടെ എണ്ണത്തിന്റെ 60% ഗേൾസ് ആണ്. ഇനി നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആകെ എത്ര കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 60/100, 60%നെ 60/100 എന്ന് എഴുതാം, ഇൻറ്റു x+10. അതെന്ന് പറയുന്നത് എന്താ? ആദ്യം ഉണ്ടായിരുന്ന x/2 പെൺകുട്ടികളുടെ കൂടെ 10 പെൺകുട്ടികളെ കൊണ്ട് ചേർന്നപ്പോഴാണ്. ഇനി ഇത് ചെറുതാക്കിയാലോ? 0 0 ക്യാൻസലായി. 6/10 എന്നുള്ളതിനെ 3/5 എന്ന് എഴുതാമല്ലോ, ഇൻറ്റു x+10 ഈക്വൽ ടു x/2 + 10 എഴുതാമല്ലോ. ഇനി ഇത് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഇപ്പൊ 3/5x പ്ലസ് 3/5 ഇൻറ്റു 10 ഈക്വൽ ടു x/2 + 10 ആണല്ലോ. ഇനി ഈ 5ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരുമല്ലോ, 2ഉം ഇവിടെ താഴെ 1. ഇനി അപ്പൊ ഇതിനൊന്നും കൂടെ നമുക്ക് എഴുതാം. 3/5x പ്ലസ് 3 × 2 6, 6/1 എന്ന് പറയുന്നത് 6 ആണ്, ഈക്വൽ ടു x/2 + 10 എഴുതാമല്ലോ. ഇനി എക്സ് എല്ലാം കൂടെ നമുക്ക് ഒരു വശത്തേക്ക് കൊണ്ടുവരണം. അതായത് 3/5x ലെഫ്റ്റ് സൈഡിലുണ്ട്, ഈ പ്ലസ് x/2 അപ്പുറത്തേക്ക് വരുമ്പോൾ -x/2 ആവും, ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഓൾറെഡി 10 ഉണ്ട്, +10 ഉണ്ട്. ഇനി ഈ +6നെ അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -6 ആയി. അപ്പൊ എക്സ് എല്ലാം ഒരു വശത്തായി, നമ്പേഴ്സ് എല്ലാം മറുവശത്തായി. ഇനി ഇവിടെ രണ്ടിടത്ത് കോമൺ ആയിട്ട് എക്സ് ആണുള്ളത്. എക്സ് ഇൻറ്റു 3/5 - 1/2. എക്സ് ഇങ്ങോട്ട് എടുത്തു, പിന്നെ ന്യൂമറേറ്ററിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് 1 ആണ്. 1/2 ഈക്വൽ ടു 10 - 6 എത്രയാണ്? 4 ആണ്. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? എക്സ് അതുപോലെ എഴുതി. ഇനി ഇവിടെ നിന്ന് തുടങ്ങുക. 3 × 2 6 മൈനസ് 5 × 1, ഈ മൈനസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 5 1s are 5 ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റേഴ്സ് ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 2s are 10 ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇവിടെ എഴുതാം. എക്സ് അതുപോലെ എഴുതി. 6 - 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇൻറ്റു 1/10 ഈക്വൽ ടു 4 എന്ന് കിട്ടിയല്ലോ. അല്ലെങ്കിൽ എക്സ് ഇൻറ്റു 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്? x/10 ഈക്വൽ ടു 4 എന്ന് കിട്ടി. എക്സ് ഇൻറ്റു 1 ആണ് എക്സ്. ഇനി ഇത് ഡിവൈഡഡ് ബൈ 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 4 × 10 ഈക്വൽ ടു 40 കുട്ടികളിൽ നിന്ന് കിട്ടിയല്ലോ. ആകെ 40 കുട്ടികൾ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് ചിൽഡ്രൻ അറ്റ് ഫസ്റ്റ് ഈക്വൽ ടു 40 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇതാണ്. വീണ്ടും ഒരു പഴം കണക്ക്. ഒരു കുളത്തിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. പറന്നെത്തിയ കിളിക്കൂട്ടം ക്ഷീണമകറ്റാൻ പൂക്കളിലിരുന്ന് ഒരു താമരയിൽ ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായി. ഒരു താമരയിൽ ഇരു കിളികളാണ്.
ആയി ചേർന്നിരുന്നപ്പോൾ ഒരു താമര അധികമായി വന്നു. അപ്പൊ താമര എത്രയാണ്, കിളികൾ എത്രയാണ്? Another problem from a folk math. Some lotus flowers have bloomed in a pond. A flock bird sat on the flowers to rest. First, one bird sat on each flower, but one bird did not have a flower to sit. Then, two birds sat on each flower, and there was one flower extra. How many lotuses and how many birds? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കുളത്തിൽ കുറേ താമരകളുണ്ട്. താമരയിൽ പക്ഷികൾ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരത്തെ പോലെ ഒരു ടേബിൾ ഉണ്ടാക്കാം. അതായത് എന്തൊക്കെയാ ഉള്ളത്? ലോട്ടസും ബേർഡ്സും ആണുള്ളത് അല്ലേ? താമരയും പക്ഷികളും. അപ്പം നമുക്ക് ഇതിനെ താമരയുടെ എണ്ണത്തിന് എക്സ് എന്നെടുക്കാം. ഓരോ താമരയിലും ഓരോ പക്ഷി വീതം ഇരുന്നപ്പോൾ ഒരു പക്ഷി മിച്ചം വന്നു. അപ്പൊ ആകെ എക്സ് താമര ഉണ്ടായിരുന്നു, എക്സ് പക്ഷികൾക്ക് ഇരിക്കാൻ പറ്റി അല്ലെ? പക്ഷെ ഒരു പക്ഷി മിച്ചം വന്നില്ല. അതായത് പക്ഷികളുടെ എണ്ണം എത്രയാണ്? x+1 ആണ്. ഇനി നമ്മൾ രണ്ടാമത് എന്താ ചെയ്തത്? താമരയുടെ എണ്ണം മാറുന്നുണ്ടോ? താമരയുടെ എണ്ണം മാറിയില്ല. പക്ഷേ ഒരു താമരയില് 2 പക്ഷി വീതം ഇരുന്നു അല്ലെ? അപ്പൊ എന്താ സംഭവിച്ചത്? ഒരു താമരപ്പൂ മിച്ചമായി. ഒരു താമരപ്പൂ മിച്ചമായി എന്ന് പറഞ്ഞപ്പം ആകെ എത്ര താമരപ്പൂവല്ലേ പക്ഷികൾ ഇരുന്നുള്ളൂ? x-1 താമരപ്പൂവല്ലേ പക്ഷികൾ ഇരുന്നുള്ളൂ. ഓരോ താമരപ്പൂവയിലും എത്ര പക്ഷികൾ വീതം ഇരുന്നു? 2 പക്ഷികൾ വീതം ഇരുന്നു. അപ്പൊ 2 times x-1 പക്ഷികളായില്ലേ? ക്ലിയർ ആയോ? താമരയില് ഓരോ പക്ഷി വീതം ഇരുന്നപ്പം ഒരു പക്ഷി എക്സ് താമര ഉണ്ടായിരുന്നു, എക്സ് പക്ഷികൾ കയറിയിരുന്നു, മിച്ചം ഒരു പക്ഷി കൂടെ വന്നു. അപ്പോൾ +1 ഇട്ടാൽ പക്ഷികളുടെ എണ്ണമായി. രണ്ടാമത്തെ സ്റ്റെപ്പ്, എക്സ് താമര തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഓരോ താമരയിലും 2 പക്ഷികൾ വീതമായിരുന്നു. അപ്പം ഒരു താമര മിച്ചം വന്നു. ഒരു താമര മിച്ചം വരിക എന്ന് പറഞ്ഞാൽ x-1 താമരയിലെ പക്ഷികൾ ഇരുന്നുള്ളൂ. ഓരോ താമരയിലും എത്ര പക്ഷികൾ വീതം? 2 പക്ഷികൾ വീതം. അപ്പൊ ഈ ടേബിൾ മനസ്സിലായാലോ? ഇനി എന്താണുള്ളത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് താമര എത്ര, പക്ഷികൾ എത്ര അല്ലെ? അപ്പോ ഇത് 2 പക്ഷികളുടെ എണ്ണം മാറുന്നില്ലല്ലോ, വേറെ എക്സ്ട്രാ പക്ഷി പറന്നൊന്നും വന്നിട്ടൊന്നും ഇല്ലല്ലോ. 2 times x-1 ഈക്വൽ ടു x+1 എന്ന് എഴുതാമല്ലോ. ഇത് രണ്ടും തുല്യമല്ലേ, പക്ഷികളുടെ എണ്ണം മാറുന്നില്ല. ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ 2x മൈനസ് ഇട്ടു 2 × 1 2 ഈക്വൽ ടു x+1 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് എക്സ് എല്ലാം കൂടെ ഒരു വശത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഒരു 2x ഉണ്ട്. റൈറ്റ് സൈഡിലെ +x ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ -x ആയി. ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിൽ ഓൾറെഡി ഉള്ള നമ്പറിനെ ആദ്യം എഴുതണം. 1 +1 ആണ് 1. ഇനി ഈ -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് +2 ആയി. ഇനി 2x - x എന്ന് പറഞ്ഞാൽ 2x - 1x, അതായത് 2ൽ നിന്ന് നോക്കുമ്പോൾ 1x x എന്ന് എഴുതാം. ഈക്വൽ ടു 3. എക്സ് എന്താണ്? താമരയുടെ എണ്ണമാണ്. x+1 കാണണമല്ലോ. എക്സ് എന്താണ്? താമരയുടെ എണ്ണമാണ്. x+1 എന്താണ്? പക്ഷികളുടെ എണ്ണം 4. ലോട്ടസ് 3ഉം ബേർഡ്സ് 4 കിട്ടി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ താമരയിലും ഓരോ പക്ഷികൾ വീതം ഇരുന്നു. അപ്പോൾ ഒരു പക്ഷി മിച്ചവായാലും 3 താമരയാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയത്. 3 താമരയിലും 3 പക്ഷികൾ വീതം ഇരുന്നപ്പോൾ ഒരു പക്ഷി മിച്ചം വന്നു. അപ്പം പക്ഷികളുടെ എണ്ണം 4 ശരിയാണല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസിൽ ഓരോ താമരയിലും 2 പക്ഷികൾ വീതം ഇരുന്നു. 2 പക്ഷികളെ വീതം വരച്ചപ്പോൾ 4 പക്ഷിയായി. ഇപ്പോൾ ഒരു താമര മിച്ചം വന്നില്ലേ? 3 താമരയും 4 പക്ഷികളും. അപ്പോൾ ആൻസർ കറക്റ്റ് അല്ലേ? ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ എഴുതി തന്നെ പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.